ഐതിഹ്യമാല അധ്യായം 51. അമ്മന്നൂർ പരമേശ്വര ചാക്യാർ. വേഷത്തിന്റെ ഭംഗി കൊണ്ടും അഭിനയത്തിന്റെ തന്മയത്വവും മുതലായ ഗുണങ്ങൾ കൊണ്ടും അമ്മന്നൂർ പരമേശ്വര ചാക്യാരോട് തുല്യനായ ഒരു നടൻ ഇക്കാലത്തൊന്നുമില്ല, അക്കാലത്തുമില്ല. അദ്ദേഹത്തിന്റെ സ്ഥിരവാസം മൂഴിക്കുളത്തുള്ള സ്വഭവനത്തിലായിരുന്നുവെങ്കിലും തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഈ 3 രാജ്യങ്ങളിലുമുള്ള രാജാക്കന്മാർ, പ്രഭുക്കൾ, ധനവാന്മാർ മുതലായവർ അദ്ദേഹത്തിന്റെ വേഷവും മാട്ടവും കാണുവാനായി ക്ഷണിച്ചു വരുത്തി കൂടെ കൂടിയാട്ടങ്ങൾ നടത്തിക്കാറുണ്ടായിരുന്നു. കൊല്ലം 1036 ആണ്ട് നാട് നീങ്ങിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇളയ തമ്പുരാനായിരുന്ന കാലത്ത് തൻ്റെ സേവകനും പളിയറ വിചാരക്കാരനുമായിരുന്ന ഈശ്വരപിള്ളയെ ആട്ടം അഭ്യസിപ്പിക്കുവാനായി ഈ ചാക്യാരെ തിരുവനന്തപുരത്ത് വരുത്തി താമസിപ്പിച്ചിരുന്നത്. ഈശ്വരപിള്ള വിചാരിപ്പിച്ചവർക്ക് ആട്ടത്തിൽ, അതായത് കഥകളിയിൽ അസാമാന്യമായ പ്രസിദ്ധിയും കൈലോസോദ്ധരണം, സ്വർഗവർണ്ണന, സമുദ്രവർണ്ണന മുതലായവ അഭിനയിപ്പിച്ചാടുന്നതിൽ അനന്യസാധാരണമായ സാമർഥ്യവും ഗുണവും തന്മയത്വവും സിദ്ധിച്ചതിനുള്ള പ്രധാന കാരണം ആ ചാക്യാരുടെ ശിക്ഷാ സാമർഥ്യമാണെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഇളയ തമ്പുരാനായിരുന്ന കാലത്തും തിരുവനന്തപുരത്ത് പൂജപ്പുര കൊട്ടാരത്തിൽ എന്നും കഥകളി പതിവായിരുന്നു. ഒരു ദിവസം കഥകളി കാണുവാൻ തിരുമനസിന്റെ അടുക്കൽ പരമേശ്വര ചാക്യാരും ഉണ്ടായിരുന്നു. അന്ന് കാർത്തവീര്യാർജുന വിജയമായിരുന്നു കഥ. രാവണന്റെ കൈലാസോദ്ധരണം കണ്ടിട്ട് തിരുമനസ്സുകൊണ്ട് ചാക്യാരോട്, എന്താ ചാക്യാരെ, കൈലാസോദ്ധാരണം നന്നായോ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അതിന് മറുപടിയായി ചാക്യാര്, തരക്കേടില്ല, കൈലാസം കുറച്ചുകൂടി വലിയതാണെന്നാണ് ധരിച്ചിരുന്നത്, ഇത്രയും അറിയിച്ചു. പിന്നെ അതിനെക്കുറിച്ചൊന്നും കൽപ്പിച്ചില്ല. പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ സമയം ചാക്യാരെ കൊട്ടാരത്തിൽ വരുത്തി കൈലാസോദ്ധാരണം ഒന്നാടിക്കണ്ടാൽ കൊള്ളാമെന്ന് കൽപ്പിച്ചു. വേഷം കെട്ടാതെ ആടുന്ന കാര്യത്തിൽ കുറച്ച് മടിയുണ്ടായിരുന്നുവെങ്കിലും കൽപ്പന അനുസരിക്കാതെ ഇരിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച് ചാക്യാർ ഉടനെ 2 അരയിൽ മുറുക്കി കെട്ടിക്കൊണ്ട് ആട്ടം ആരംഭിച്ചു. താൻ തലേദിവസം പറഞ്ഞ വാക്കോർത്ത് തന്നെ പരീക്ഷിക്കുവാനായിട്ട് ഈ കൽപ്പനയാണെന്ന് മനസ്സിലാക്കിയതിനാൽ ചാക്യാർ നല്ലതുപോലെ മനസ്സിരുത്തിയാണ് ആടിയത്. തലേ ദിവസം ദശമുഖന്റെ വേഷം കെട്ടിയാടിയ ആൾ മുതലായി കൊട്ടാരം വക കളിയോഗത്തിനുള്ള എല്ലാ സേവകന്മാരും അമ്മച്ചിയും അവിടെ ഉണ്ടായിരുന്നു. ചാക്യാരുടെ ആട്ടം വളരെ കേമമായി എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ആട്ടം കണ്ട് തിരുമനസ്സുകൊണ്ട് മുതലായ എല്ലാവരും വളരെ സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ചെയ്തു. വിസ്മയകുലയായ അമ്മച്ചി, അമ്പമ്പോ, കൈലാസപർവ്വതം ഇത്ര വലിയതാണോ? ഇന്നലെ ആടിക്കണ്ടപ്പോൾ അത് ഏകദേശം നമ്മുടെ വേളിക്കുന്നോളമുണ്ടായിരുന്നല്ലോ എന്ന് തോന്നി. തിരുമനസ്സുകൊണ്ട് ഉടനെ രത്നചിതമായ ഒരു മോതിരം ചാക്യാർക്ക് കൽപ്പിച്ച് സമ്മാനിക്കുകയും ആട്ടത്തിൽ അദ്വൈതന്മാരാണെന്ന് സ്വയമേ അഭിമാനിച്ചിരുന്ന കൊട്ടാരംബക കഥളികളിൽ യോഗ്യന്മാരെയെല്ലാം അപ്പോൾ സജ്ജോലഹാം ആടുകയും ചെയ്തു. പരമേശ്വര ചാക്യാർ കൽപ്പന പ്രകാരം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം പകലെ വെയിലാറിയ സമയം കാറ്റുകൊള്ളുവാനായി കടൽപ്പുറത്തേക്ക് പുറപ്പെട്ടു. കടൽപ്പുറത്തെത്തിയപ്പോൾ അവിടെ നാട്ടുകാരായിട്ടും യൂറോപ്യന്മാരായിട്ടും മറ്റും വളരെ ആൾക്കാർ കാറ്റുകൊള്ളുവാനായിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ റെസിഡന്റ് സാഹിബും മദാമയും അവരുടെ ആ സ്ഥലത്ത് വന്നുകൂടിയിരുന്നു. അവരുടെ വാത്സല്യഭാജനമായ ഒരു പട്ടിയും ഉണ്ടായിരുന്നു കൂടെ. ആ പട്ടി സായിപ്പോ മദാമയോ പറയാതെ ആരെയും കടിക്കാറില്ലെങ്കിലും വലിയ സിംഹത്തിനെ പോലെ ഭയങ്കര മൂർത്തിയായ അതിനെ കണ്ടാൽ അപരിചിതന്മാരായ ഏവരും ഭയപ്പെട്ടു പോകുമായിരുന്നു. കടിക്കാനല്ലെങ്കിലും ആ പട്ടി കാണുന്നവരുടെ എല്ലാം അടുക്കൽ മണത്ത് ചെന്നുക പതിവായിരുന്നു. ആ പതിവ് പോലെ അത് ചാക്യാരുടെ അടുക്കിലേക്കും ചെന്നു. ചാക്യാർ വല്ലാതെ ഭയപ്പെട്ട് പട്ടി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അനുവാദം കൂടാതെ അത് കടിക്കുകയില്ലെന്ന നിശ്ചയമുണ്ടായിരുന്നതിനാൽ പട്ടിയെ തിരിച്ചു വിളിക്കാതെ സായിപ്പും മദാമയും ചാക്യാരുടെ പരിഭ്രമം കണ്ട് ചിരിച്ചും കൊണ്ട് നിന്നതേയുള്ളൂ. പിന്നെ ഗത്യന്തരമൊന്നുമില്ലെന്ന് കണ്ട് ചാക്യാർ കുനിഞ്ഞ് അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് പട്ടിയെ ലക്ഷ്യമാക്കി ഒരേറ് കൊടുത്തതായി ഒന്ന് അഭിനയിച്ചു. വാസ്തവത്തിൽ എറിഞ്ഞതായി നടിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഏറ് കൊണ്ടതായി തന്നെ തോന്നിയാൽ പട്ടി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. പട്ടിക്ക് ഏറ് കൊണ്ടതായി തന്നെ തോന്നുകയാൽ ആ ആൾ ആരാണെന്ന് സായിപ്പ് തൻ്റെ അടുക്കലുണ്ടായിരുന്ന ചിലരോട് ചോദിക്കുകയും ആ മനുഷ്യൻ കൽപ്പനപ്രകാരം വന്ന് താമസിക്കുന്ന ഒരു ചാക്യാരാണെന്നും മനസ്സിലാക്കുകയും ചെയ്തു. കൽപ്പന പ്രകാരം വന്ന് താമസിക്കുന്ന ആളാണെങ്കിൽ ഈ വിവരം തിരുമനസിനെ അറിയിക്കാതെ പ്രതിക്രിയ ചെയ്യുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച് സായിപ്പും മദാമയും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ തിരുമനസ്സുകൊണ്ട് കടൽക്കാറ്റ് കൊള്ളുന്നതിനായി കടൽപ്പുറത്ത് ബംഗ്ലാവിൽ എഴുന്നള്ളിയിട്ടുണ്ടെന്ന് അറിയുകയാൽ സായിപ്പും മദാമയും അവിടെ ചെന്ന വിവരം തിരുമനസിനെ അറിയിച്ചു.
ഉടനെ ചാക്യാരെ തിരുമുമ്പാകെ വരുത്തി കൽപ്പിച്ച് ചോദിച്ചപ്പോൾ ചാക്യാറുണ്ടായ വാസ്തവമെല്ലാം തിരുമനസിനെ അറിയിച്ചു. എറിഞ്ഞില്ലെന്ന് പറയുന്നത് ശുദ്ധമേ വ്യാജമാണെന്നും നാട്യം കണ്ട് തങ്ങളുടെ പട്ടി ഒരിക്കലും ഭയപ്പെടുകയില്ലെന്നും സായിപ്പും മദാമയും വാദിച്ചു. ഇതിനെന്താണ് സമാധാനമെന്ന് കൽപ്പിച്ച് ചോദിച്ചപ്പോൾ ചാക്യാർ വാസ്തവം സായിപ്പിനെയും ബോധ്യപ്പെടുത്തണമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്വല്പം പിന്നോക്കം മാറി താണു നിന്ന് അവിടെ കരിങ്കല്ല് കൊണ്ടിരുന്ന വലിയ നടക്കല്ല് വളരെ പ്രയാസപ്പെട്ട് കുലുക്കി ഇളക്കിയെടുത്ത് സായിപ്പിന്റെ തലയ്ക്കേക്ക് ഇട്ടതായി ഒരു നാട്യം കാണിച്ചു. ആ കല്ല് തന്റെ തലയിൽ വീണു എന്ന് തന്നെ തോന്നിപ്പോവുകയാൽ സായിപ്പ് അയ്യോ എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് ഉടനെ അവിടെ മറിഞ്ഞു വീണു. കല്ല് സായിപ്പിന്റെ തലയിൽ വീണു എന്ന് തന്നെ തോന്നിപ്പോവുകയാൽ മദാമയും ഏറ്റവും പരവശയായി തീർന്നു. വീണിട്ട് ഏറെ നേരം കഴിഞ്ഞിട്ടും മദാമയും സായിപ്പും അവിടുന്ന് കുറെ നേരം കഴിഞ്ഞാണ് ബോധം വന്നത്. ബോധം വീണ് എണീറ്റിരുന്നിട്ടു കുറച്ച് വെള്ളം കുടിക്കുകയും തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുകയും കുറച്ചു നേരം കാറ്റേൽക്കുകയും ചെയ്തതിന് ശേഷമേ സായിപ്പിന് സംസാരിക്കുവാറായുള്ളൂ. സായിപ്പ് പിന്നെയും തലയിൽ തപ്പി നോക്കി. കല്ല് തലയിൽ വീണിട്ടില്ലെന്ന് തീർച്ചപ്പെടുത്തി. നമ്മുടെ പട്ടിക്കും ഏറുകൊണ്ടില്ലായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്രകാരം അഭിനയ സാമർഥ്യമുള്ള ഒരു നടനെ ഞാൻ യൂറോപ്പ് രാജ്യങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഇങ്ങനൊരു മഹാനുണ്ടായി തീർന്നത് കേരളത്തിനാകപ്പാട് അഭിമാനകരം തന്നെ. വാസ്തവം അറിയാതെ ഈ മഹാന്റെ പേരിൽ മഹാരാജാവിന്റെ അടുക്കൽ പരാതി അറിയിച്ചതിനെക്കുറിച്ച് ഞാൻ നിർവാചനം വ്യസനിക്കുകയും ചാക്യാരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തുകൊള്ളുന്നുവെന്ന് പറയുകയും ചാക്യാർക്ക് പല സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും നേരം വൈകിയതിനാൽ എല്ലാവരും പരസ്പരം യാത്ര പറഞ്ഞ് അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ടു. ആ സമയം മുമ്പോടിപ്പോയ പട്ടിയും അവിടെ വന്നു ചേർന്നു. അപ്പോൾ സായിപ്പിനും മദാമയ്ക്കും വളരെ സന്തോഷമായി. പരമേശ്വര ചാക്യാരുടെ വാക് സാമർഥ്യത്തെപ്പറ്റി പല ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇനിയൊരവസരത്തിൽ വിവരിക്കാമെന്ന് വയ്ക്കാനല്ലാതെ ഇപ്പോൾ നിവൃത്തിയില്ല. അതിനാൽ ഈയിടെ കൊച്ചി വലിയ തമ്പുരാൻ തിരുമനസിന്റെ തൃക്കയിൽ നിന്ന് വീരശൃംഖല ലഭിച്ച പരമേശ്വര ചാക്യാരും ഈ പരമേശ്വര ചാക്യാരുടെ കുടുംബജാതനാണെന്നുകൂടി വായനക്കാരെ അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 51 സമാപിച്ചിരിക്കുന്നു. ഇനി അധ്യായം 52 ചേരനല്ലൂർ കുഞ്ചുകർത്താവ് തുടരും.